Audience, welcome to MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. യെസ്, എട്ടാം ക്ലാസ്സിന്റെ നമ്മളെ ബേസിക് സയൻസിലെ ബയോളജിയിൽ 20 എന്റെ മക്കൾക്ക് ലഭിക്കണോ? എന്നാൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്റെ മക്കൾ മാർക്ക് ചെയ്തു വെച്ചോ, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആദ്യം നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഈ ട്വിൻസുമായി ബന്ധപ്പെട്ട്, ഇരട്ടകളുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഈ ഒരു ചിത്രം നോക്കുക, അതായത് ഒരു രൂപസാദൃശ്യം, അതായത് ഫിസിക്കൽ അപ്പിയറൻസ്, എക്സ്റ്റേണൽ അപ്പിയറൻസ് ഒരു രൂപത്തിലും സിമിലർ അല്ലാത്ത കുറച്ച് ട്വിൻസ് നമുക്കറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചില ആൾക്കാർ നമ്മളോട് പറയും, എന്ത് സാറേ അവർ രണ്ടാൾ ട്വിൻസ് ആണ്. അപ്പൊ നമുക്ക് തന്നെ സംശയം ഉണ്ടാവും, ഇവർ രണ്ടാൾ ട്വിൻസ് ആണോ? കാരണം അവരെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുന്ന സമയത്തൊന്നും ഒരുപോലെ അല്ലേ. ആണ് പെണ്ണ്, രണ്ട് ഡിഫറെന്റ് ജെൻഡറിൽ എന്തുണ്ടാവും, കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ട്വിൻസ് ഉണ്ടാവാനുള്ള കാരണം എന്ത്? ഇത്തരം ട്വിൻസിനെ എന്താണ് പേര് വിളിക്കുക? അങ്ങനെ ഒരു ചോദ്യം നിന്റെ ക്വസ്റ്റ്യൻ പേരിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഒരു ചിത്രം നോക്കുക, ഇവർ ഏത് പേരിൽ അറിയപ്പെടുന്നു? അതായത് ബാഹ്യപ്രകൃതം ഒരു സമാനവും അല്ലെങ്കിൽ ഓരോ വിളിക്കുന്ന പേരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, അതിന് വിളിക്കുന്ന പേരാണ് ഫ്രറ്റേണൽ ട്വിൻസ് എന്ന് പറഞ്ഞു. ഫ്രറ്റേണൽ ട്വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, നോക്കിക്കോ. ഇപ്പൊ ഒരു സ്പേം, എന്റെ മക്കൾ ശ്രദ്ധിക്കാം, ഒരു സ്പേം ഒരു ഓവവുമായി കൂടിച്ചേരുമ്പോൾ ആണല്ലോ സൈഗോട്ട് കുട്ടികൾ ഉണ്ടാവുക, അല്ലെ? അതായത് ഒരു പുംബീജം ഒരു അണ്ഡവുമായി കൂടിച്ചേരുമ്പോഴാണല്ലോ എന്തുണ്ടാവുക, സിക്താണ്ഡം ഉണ്ടാവുക, അങ്ങനെയല്ല കുട്ടി ഉണ്ടാവുക. എന്നാൽ നമ്മുടെ ഈ സ്ത്രീകളുടെ പ്രത്യേകത, ഒരു സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു സമയത്ത് ഒരു ഓവം മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ആണിന്റെ ഒരു സമയത്ത് സ്പേം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്പേംസ് ഉണ്ടാവും. സ്ത്രീകളിൽ ഒരു മാസം തന്നെ ഒരൊറ്റ ഓവം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ചില സ്ത്രീകളിൽ ഒരു ഓവം ഉണ്ടാവേണ്ട ആ ഒരു സ്ഥാനത്ത് 2 ഓവം ഉണ്ടാവും. എത്ര ഓവം ഉണ്ടാവും? 2 ഓവം അവിടെ, 2 അണ്ഡം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ അണ്ഡവുമായി ആര് കൂടിച്ചേരും? നമ്മളെ സ്പേം കൂടിച്ചേരും, നമ്മുടെ പുംബീജം കൂടിച്ചേരും. അപ്പൊ അവിടെ എന്തുണ്ടാവും? കുട്ടി ഉണ്ടാവും, സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ട് സിക്താണ്ഡം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഒരു കുട്ടി ഉണ്ടാവും, ഇവിടെ രണ്ടാമത് കുട്ടി ഉണ്ടാവും. ഈ 2 കുട്ടികളുടെ പ്രത്യേകത, ഈ 2 കുട്ടികളും കാണാൻ ഒരുപോലെ അല്ലായിരിക്കും. കാരണം ഇവര് ട്വിൻസാണ് നമ്മൾ പറയുമ്പോൾ മനസ്സിലാവുക. ഒരുപോലെ അല്ലാത്ത രൂപസാദൃശ്യത്തിൽ നമുക്ക് സിമിലാരിറ്റി തോന്നാത്ത നമ്മുടെ ട്വിൻസ്, ഇരട്ടകളെ വിളിക്കുന്ന പേരാണ് ഫ്രറ്റേണൽ ട്വിൻസ്, സഹജാത ഇരട്ടകൾ. അപ്പൊ എന്റെ മക്കൾ ആദ്യം നോക്കേണ്ടത് ഈ ട്വിൻസ് ഇരട്ടകളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും, അത് നീ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. മനുഷ്യന്റെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവന വിഷയങ്ങൾ ചെയ്ത് ശരിയായ ഉത്തരം എഴുതാൻ പറഞ്ഞു. ആദ്യം, മനുഷ്യരിൽ ബീജ സംയോഗം നടക്കുന്നത് ഗർഭാശയത്തിൽ വെച്ചാണ്. അതായത് ഫെർട്ടിലൈസേഷൻ ഇൻ ഹ്യൂമൻ ടേക്സ് പ്ലേസ് ഇൻ യൂട്രസ്. ഗർഭാശയത്തിൽ വെച്ചാണോ നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? അല്ല. അപ്പൊ ഇത് തെറ്റാണ്. അല്ല സാറേ, അപ്പൊ എവിടെ വെച്ചിട്ടാ? ഫെലോപ്പിയം ട്യൂബ്, അണ്ഡവാഹിയിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ, ബീജ സംയോഗം നടക്കുക. എന്ത് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സ്പേമും ഓവവും പുംബീജവും അണ്ഡവും കൂടിച്ചേരുന്നതിന് പറയുന്ന പേരാണ് മക്കളെ ഫെർട്ടിലൈസേഷൻ, ബീജ സംയോഗം. ഇത് എവിടെ വെച്ച് നടക്കുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്, അണ്ഡവാഹിയിൽ വെച്ചിട്ടാണ് സംഭവിക്കുക. അല്ലാതെ എവിടെ വെച്ചിട്ടല്ല, നമ്മുടെ യൂട്രസ്, ഗർഭാശയത്തിൽ വെച്ചല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സാർ. അടുത്ത്, അണ്ഡവാഹിനി കോയകൾ സിക്താന്നിട്ട് ഗർഭാശയത്തിലേക്ക് എത്തിക്കുന്നു. യെസ്, വെരി ഗുഡ്. ഫെലോപ്പിയൻ ട്യൂബ് എടുക്കുന്നു, ക്യാരി സൈഗോട്ട് ഇൻ ടു ദി യൂട്രസ്. ശരിയാണ്. ഇനി മൂന്നാമത്തെ, പ്രൊജസ്റ്റിറോൺ വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പുരുഷ ലൈംഗിക ഹോർമോണാണ്. ഈസ്ട്രജനും പ്രൊജസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഉണ്ടാകുന്ന ഹോർമോണാണ്. വൃഷണം അല്ലെങ്കിൽ ടെസ്റ്റിസ് ആരെങ്കിലും മാത്രമേ കാണുന്നത്, ആണുങ്ങളില. അപ്പൊ മെയിൽ സെക്സ് ഹോർമോൺസ് അല്ല എന്ത്? പ്രൊജസ്റ്റിറോൺ. മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത് പ്രൊജസ്റ്റിറോൺ അല്ല, അത് ടെസ്റ്റോസ്റ്റിറോണാ. അപ്പൊ ഇവിടെ തന്നത് പ്രൊജസ്റ്റിറോണാ. പ്രൊജസ്റ്റിറോൺ ആരെയില്ല? പെണ്ണിലെ കാണാം. അപ്പൊ പെണ്ണിന് സെക്സ് ഹോർമോൺസ് ഏതൊക്കെയാ? ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോണും. ആണിന്റെ ഒരൊറ്റ സെക്സ് ഹോർമോൺ ഉള്ളൂ, അതാണ് ടെസ്റ്റോസ്റ്റിറോൺ. അപ്പൊ ഇവിടെ തന്നത് പ്രൊജസ്റ്റിറോൺ ഈസ് എ മെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ടെസ്റ്റിസ്. തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത്, ദ പ്രോസസ് ഓഫ് റിലീസിംഗ് എ മെച്യൂർഡ് ഓവം ഫ്രം ദി ഓവർ ഈസ് കാൾഡ് ഓവുലേഷൻ. അതായത് അണ്ഡാശയത്തിൽ നിന്ന് പക്വത പ്രാപിച്ച അണ്ഡം പുറത്തു വരുന്ന പ്രക്രിയയെ അണ്ടോത്സർജനം എന്ന് വിളിക്കുന്നു. അതായത് പെണ്ണിന്റെ സെക്സ് ഹോർമോൺ ഓർഗനായ ഇതല്ലേ അണ്ഡാശയം അല്ലെങ്കിൽ ഓവറി. ആ ഓവറിൽ നിന്ന് മെച്യൂർഡ് ആയിട്ടുള്ള, പാകമായിട്ടുള്ള അണ്ഡം പുറത്തേക്ക് വരുന്നതിന് പറഞ്ഞ പേരാണ് മക്കളെ ഓവുലേഷൻ, അണ്ടോത്സർജനം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പൊ ഒന്നാമത്തത് തെറ്റാണ്. രണ്ടും
4 എന്താണ് ശരിയാണ്. അപ്പൊ അങ്ങനെ ഓപ്ഷൻ ഉണ്ട് നോക്കി, ABCD എന്ന് പറയുമ്പോ അവിടെ B ആണ് നമുക്ക് എന്താവാ കറക്റ്റ് ആൻസർ ആയി വരുന്നത്. 1, 2, 4 ശരിയാണ് അല്ലെ? 2, 4 ശരിയാണ്, 1, 3 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ്. അപ്പൊ ഈ ഒരു ഭാഗം ഫെർട്ടിലൈസേഷന്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും. സെക്സ് ഓർഗൻ, സ്ത്രീകളുടെയും ആണിന്റെയും പെണ്ണിന്റെയും നമ്മൾ പ്രഡിക്ഷനിൽ നേരത്തെ തന്നിട്ടുണ്ട്. ആ കണ്ടന്റ് എന്റെ മക്കൾ പോയി കാണട്ടോ. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് സാർ തന്നിട്ടുണ്ട്, അത് എന്റെ മക്കൾ കാണുക. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടി കണ്ടു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതാ. ഞാൻ നേരത്തെ തന്നത് തന്നെയാണ് നമ്മുടെ ഒരു ഫുഡ് ചെയിനുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ പാഡി, റാറ്റ്, സ്നേക്ക്, ഈഗിൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഫുഡ് ചെയിൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും കണ്ടിരിക്കും ഒരു ഫുഡ് ചെയിനുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഇതിൽ ആദ്യത്തെ ചോദ്യം, ഇതിൽ ട്രോപ്പിക് ലെവൽ 2 ഏതാ? ട്രോപ്പിക് ലെവൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാറ്റ് അല്ലേ? ഇനി എന്റെ ചോദ്യം ട്രോപ്പിക് ലെവൽ 3 ഏതാ? 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് ആരെയാണോ കൊടുത്തത്? പാമ്പല്ലേ? അതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണത്തിന്റെ അളവ് കൂടിയാൽ കുറഞ്ഞാൽ പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ എന്താ, സ്നേക്ക്, പാമ്പിന്റെ എണ്ണം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? പാമ്പിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എലിന്റെ എണ്ണം കൂടും, റാറ്റിന്റെ എണ്ണം ഇൻക്രീസ് ആവും. റാറ്റിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ പാഡി, നെല്ലിന്റെ എണ്ണം എന്താവും? കുറയും. അപ്പൊ അതാണ് എഴുതേണ്ടി. അപ്പൊ ഇങ്ങനെയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. പിന്നെ എൻ്റെ മക്കൾ നോക്കേണ്ടത് മിയോസിസും മൈറ്റോസിസും. ഞാൻ മൈറ്റോസിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. ഒന്നും അറിയാത്ത പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഒന്നും അറിയാത്ത കുട്ടിയാണെങ്കിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ അത് കാണണം. പക്ഷെ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് പറയാനുണ്ട്. അതൊക്കെ നമ്മളെ ലൈവ്, ഇന്നത്തെ 7:30 ലൈവിൽ എൻ്റെ മക്കൾ വന്നോളൂ. 20 നമുക്ക് ഉറപ്പിക്കാം. അവിടെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കിയിട്ട് പഠിക്കാം. അപ്പൊ ഇന്ന് കൃത്യം 7:30 മറക്കണ്ട. അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ.